ഹലോ ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ട്രാവൽ വിത്ത് രവിതയുടെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളാക്കാൻ പോകുന്നത് ഒരു മാംഗോ കേസരിയാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ 2 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത 2 മാങ്ങയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് റവയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മാങ്ങ അതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തെടുക്കാം. ഈ മാങ്ങ നമുക്ക് പൾപ്പാക്കി എടുക്കണം. അതിനായിട്ടാണ് ഞാൻ ഈ സ്കിൻ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചെറിയ പീസസ് ആക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ പീസസ് ഒന്നും അതിലുണ്ടാകാൻ പാടില്ല. നന്നായിട്ട് അത് അരഞ്ഞു വരണം. നമുക്കൊരു കടായി ഗ്യാസ് സ്റ്റവ് വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു പിടി കാഷ്യൂനട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് ആ നെയ്യിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ആ കടായി തന്നെ കുറച്ച് നെയ്യ് അതിലുണ്ടാവും. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. ആ നെയ്യൊന്ന് ഉരുകി വരുമ്പോൾ നമുക്കതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ഞാൻ 1 കപ്പ് റവയാണ്, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് റവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ വറുത്ത റവയാണ് എടുക്കുന്നുണ്ടെങ്കിലും അതും ഒന്നുകൂടെ നിങ്ങൾക്ക് വറക്കേണ്ടതാണ്. നെയ്യിലിട്ട് നെയ്യുടെ ഒരു ഫ്ലേവറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കി അതൊന്ന് വറുത്തെടുക്കണം. റവ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. ബോയിൽഡ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഈ പാല് കിടന്നിട്ട് റവ നന്നായിട്ട് കുറുകി വരണം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചസാരയും പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് റവ കുറുക്കിയെടുക്കുക. പാലൊഴിക്കുമ്പോൾ നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിലാണുള്ളത്. നമുക്കൊന്ന് ടൈറ്റായിട്ട് ആക്കിയെടുക്കണം. നന്നായിട്ട് കുറുക്കിയെടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് മാംഗോയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. ആ മാംഗോ പൾപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യിൽ കിടന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴന്നു വരണം. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്കെല്ലാം പെട്ടെന്ന് ആക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അതുപോലെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നന്നായിട്ട് നമ്മൾ കുറുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും റൈസിൻസും ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി മാമ്പഴ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും ബൈ.